പണ്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊതിയാവുന്നുണ്ടെന്ന് പറയുമ്പോൾ ഉമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നൊരു നാടൻ പലഹാരമാണ് ഇത്. അപ്പോൾ ഇന്ന് എൻ്റെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കിന് സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരക്കപ്പ് പത്തിരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളത്തിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായി തിളപ്പിച്ച് അതിലേക്ക് പൊടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ചെറുതായി ഒന്ന് ചൂടാറി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഈ മാവിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകൾ ഇതുപോലെ എടുത്ത് കയ്യിൽ വെച്ച് ഉരുട്ടി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ചെറിയ ബട്ടൺ ഷേപ്പിലാക്കി എടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം ഇതുപോലെ നന്നായി വിളഞ്ഞ മത്തങ്ങ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നന്നായി കഴുകിയെടുത്ത് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അരക്കപ്പ് കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയറും ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ മത്തങ്ങയും വൻപയറും ഒക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ മത്തങ്ങ കഷ്ണങ്ങളൊക്കെ നമുക്ക് തവി വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങ തിരുമിയതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നല്ല തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുഞ്ഞു പിടികൾ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അതും കൂടെ മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരല്പം വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് ചാലിച്ചെടുത്ത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. അവസാനമായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഭാഗത്തൊക്കെ ഞങ്ങൾ ഇതിനെ മത്തൻ കറി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ പേര് കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക്